പോവല്ലേ, നമുക്ക് അടുത്ത അവാർഡ് കൊടുക്കാം. യെല്ലോ ക്ലൗഡിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിനുള്ള മെഡൽ സമ്മാനിക്കുന്നത് സുനീഷ് ചേട്ടനാണ്. സുനീഷ് ചേട്ടനോടൊപ്പം വേദിയിലേക്ക് ഞാൻ മിസ്റ്റർ പ്രശോഭ്, ഡയറക്ടർ ജെബ് സോളാർ, അദ്ദേഹത്തെ പ്രശംസാ പത്രം സമ്മാനിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി മിസ്റ്റർ നിസാർ കോയിപ്പറമ്പിൽ, COA സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള വിഷന്റെ ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നതിനായി മിസ്റ്റർ നിസാർ കോയിപ്പറമ്പിൽ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ശ്രീ നിസാർ ഷുക്കൂർ കോലിക്കര. ഓക്കെ സർ, കേരള വിഷൻ ഡയറക്ടർ ശ്രീ ഷുക്കൂർ കോലിക്കര, അദ്ദേഹത്തെ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനി നമ്മൾ ഇവരെല്ലാവരും ചേർന്ന് ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ലേ? കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025 അടുത്തത് ഇവർ സമ്മാനിക്കാൻ പോകുന്നത് പ്രകൃതി സൗഹൃദ സംരംഭ രംഗത്തെ മികവിനുള്ള പുരസ്കാരം നേടിയത് ശലഭം ഇവന്റ്സ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ ചിങ്ങോലി. നമുക്ക് ആദ്യം ഈ ശലഭം ചിങ്ങോലിയുടെ പ്രൊഫൈൽ ഒന്ന് കാണാം. ശലഭം ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ പതിവ് കുടുംബശ്രീ സംരംഭങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ആശയമാണ് ഹരിതകർമ്മസേനയുടെയും കുടുംബശ്രീയുടെയും പ്രവർത്തകരായ 6 സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന പ്രകൃതി സൗഹൃദ അലങ്കാര ഉൽപ്പന്നങ്ങളുടെ സംരംഭം ശലഭം ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ. LED ലൈറ്റുകളും പ്ലാസ്റ്റിക് പൂക്കളും അലങ്കാര വസ്തുക്കളായി കളം നിറയുന്നതിനും ഏറെ മുമ്പ് കേരളത്തിലെ ഏത് ആഘോഷങ്ങളും അലങ്കരിക്കപ്പെട്ടത് തെങ്ങോലകളും പനയോലകളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ആ പഴമയുടെ കാഴ്ചയിലേക്ക് നമ്മുടെ ആഘോഷങ്ങളെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ശലഭം ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ. പുതിയ കാലത്തിന്റെ ആസ്വാദന രീതിക്ക് ഒരു കോട്ടവും തട്ടാത്ത വിധം അത്രമാത്രം പൂർണ്ണവും ആകർഷകവുമായാണ് ഇവർ ഓരോ ഉൽപ്പന്നങ്ങളെയും നെയ്തെടുക്കുന്നത്. കുരുത്തോല, പച്ചോല, പനയോല, പൂക്കൾ, വാഴപ്പിണ്ടി തുടങ്ങിയവയിൽ നെയ്യുന്ന വസ്തുക്കൾ ഏതൊരു ആധുനിക കാല അലങ്കാര വസ്തുക്കളോടും കിടപിടിക്കും. തുടക്കകാലങ്ങളിൽ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ ചെറിയ ചെറിയ പരിപാടികൾക്ക് സ്റ്റേജും മറ്റും അലങ്കരിച്ചുകൊണ്ടാണ് ഇവർ കലാസൃഷ്ടിക്ക് തുടക്കമിട്ടത്. തുടർന്ന് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ പുതിയ ഡിസൈനുകൾ പഠിച്ചെടുക്കുകയും വലിയ പരിപാടികളെ അലങ്കരിക്കാവുന്ന തലത്തിലേക്ക് വളരുകയും ചെയ്തു. ഇന്ന് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അടക്കം നടക്കുന്ന വിവിധ സർക്കാർ പരിപാടികൾക്കും ക്ഷേത്ര ഉത്സവങ്ങൾക്കും കല്യാണം പോലെയുള്ള ചടങ്ങുകൾക്കും അലങ്കാരമൊരുക്കുന്നത് ഈ വനിതാ കൂട്ടായ്മയാണ്. പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ജൈവ അജൈവ മാലിന്യങ്ങളും അതീവ ശ്രദ്ധയോടെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പ്രവർത്തനവും ശലഭം ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇന്നലകളുടെ ആഘോഷങ്ങൾക്ക് പൊലിമ നൽകിയ അലങ്കാരങ്ങളെ തിരികെ പിടിച്ച ശലഭം ഗ്രൂപ്പിന് അഭിനന്ദനം. എന്ത് മനോഹരമായിട്ടാണല്ലേ അവരത് ഓരോന്നും ആ ഡെക്കറേഷൻസ് ഒക്കെ ഇത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഈ ശലഭം മെമ്പേഴ്സിനെ, ശലഭം ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ ചിങ്ങോലി മെമ്പേഴ്സിനെ ഈ ഒരു സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം ഇവർക്കുള്ള യെല്ലോ ക്ലൗഡിന്റെ മെഡലാണ് സുനീഷ് ചേട്ടനാണ് സമ്മാനിക്കാൻ പോകുന്നത്. സുനീഷ് ചേട്ടൻ യെല്ലോ ക്ലൗഡിന്റെ മെഡൽ ശലഭം മെമ്പേഴ്സിനെ അണിയിക്കുകയാണ്. കഴുത്തില് പ്രശംസാ പത്രം സമ്മാനിക്കുകയാണ് മിസ്റ്റർ പ്രശോഭ്, ഡയറക്ടർ ജെബ് സോളാർ. അദ്ദേഹം ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രശംസാ പത്രം സമ്മാനിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് അവാർഡാണ്. നമ്മുടെ കേരള വിഷന്റെ ഡയറക്ടർ മിസ്റ്റർ ഷുക്കൂർ കോലിക്കര, അദ്ദേഹം ഇവർക്ക് ക്യാഷ് അവാർഡ് സമ്മാനിക്കുകയാണ്. ശലഭം ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ ചിങ്ങോലി, മനോഹരമായ അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിക് ടാലന്റ് നമ്മൾ എല്ലാവരും ഇപ്പൊ അവരുടെ പ്രൊഫൈൽ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. താങ്ക് യു ശലഭം ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഡെക്കറേഷൻ മെമ്പേഴ്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഓൾ. താങ്ക് യു എവ്രിവൺ. യെസ്, നിങ്ങളെല്ലാം താങ്ക് യു.
താങ്ക് യു. എല്ലാവരും മൈ ചോയ്സിന്റെ പുട്ടുപൊടി അവിടെയുണ്ട്. ശലഭ മെമ്പേഴ്സ് അത് വാങ്ങിയിട്ട് വേണം പോവാനായിട്ട്. അടുത്ത വിജയികൾക്കുള്ള യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽ